താഴെ ഇറങ്ങി കിടക്കുമ്പോളെ ഇങ്ങനെ കിടന്ന ഡാഡിയുടെ നെഞ്ചു വേദനിക്കില്ലേ? നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അവൾ അവിടെ കിടന്നാലേ ഉറങ്ങത്തുള്ളൂ. ഉറങ്ങിയില്ലേ പിന്നെ പാതിരാത്രി വരെ മനുഷ്യനിട്ട് മെനക്കെടുത്താൻ. മോളെ എല്ലാ ദുശീലങ്ങളും പഠിപ്പിച്ചു. പോകുന്ന കാര്യം മറക്കരുത്. ആ വേഗം കിടന്നുറങ്ങിയാ കൊണ്ടുപോവാ. ഇറങ്ങിക്കോ. ഞാൻ ഉറങ്ങാൻ പോവാ. എനിക്ക് രാവിലെ ഹോസ്പിറ്റലിൽ പോകാനുള്ളതാ. ഉറങ്ങിക്കോ. നിന്നെ ഉണർത്താനല്ലേ വലിയ പാട്. എന്നെ മാത്രം ഉണർത്തല്ലേ ഡാഡി? ഇതിന് ഏതു നേരം എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. ജമീല, വാ ചേച്ചി. അല്ല, പത്തിരി ഇറച്ചിയാണല്ലോ. രവീട്ടൻ അറിയണ്ട. രാവിലെ പോകുമ്പോഴേ രവീട്ടൻ വിളിച്ച് പറഞ്ഞതാ. ആ, രാവിലെ ജമീലയുടെ ബാപ്പ വരുന്നുണ്ടല്ലോ. ചേച്ചി ഇരിക്കുന്നില്ലേ? ഇല്ല, ഞാൻ ഈ പിൽസ് തരാനാ വന്നത്. ജമീലയ്ക്ക് ഓർമ്മയില്ലെങ്കിലും സമയത്തിന് മരുന്ന് തരേണ്ടത് ഡോക്ടറുടെ ഡ്യൂട്ടിയല്ലേ. എന്റെ പേഷ്യന്റ് ആയി പോയില്ലേ? ഇപ്പൊ ക്ഷീണമൊന്നുമില്ലല്ലോ? ഇല്ല. ദേ, 2-3 മാസം വളരെ സൂക്ഷിക്കണം. രണ്ടും കൂടെ കിടന്ന് സർക്കസ് കാണിച്ച് ഉള്ളതും കൂടെ കളയരുത്, പറഞ്ഞേക്കാം. പോ ചേച്ചി. കഴിക്കുന്നില്ലേ? ഇതൊന്ന് വലിച്ചു കേട്ട്. അല്ല, പെരുന്നാളിന് ക്ഷണിക്കാൻ ബാപ്പ വന്നിരുന്നു കേട്ടു. വന്നിരുന്നു. നീ പോകണ്ടെന്ന് പറഞ്ഞ കാരണം ജമീല വലിയ വിഷമത്തിലാണെന്ന് എന്തു എന്നോട് പറഞ്ഞല്ലോ. അവളെങ്ങനെ പറഞ്ഞിട്ടിരിക്കും? എടാ, ഈ പെണ്ണുങ്ങളുടെ ആഗ്രഹം ഇതൊക്കെയാണ്. പെരുന്നാളിനും ഉത്സവത്തിനും ഒക്കെ അവരവരെ വീടുകളിൽ പോയി ഭർത്താക്കന്മാരുടെ വീരഗാഥകളും ഒക്കെ പാടി 1-2 ദിവസം അങ്ങനെ സുഖമായിട്ട് കഴിയുക. അതൊക്കെ ഒരു സന്തോഷമല്ലേടാ? ശരിയാണ്, പക്ഷേ അവർക്കധികം ഫ്രീഡം കൊടുക്കുന്നത് നല്ലതല്ല. നിനക്കതിന്റെ സൈക്കോളജി അറിയാൻ പാടാഞ്ഞിട്ടാ. നമ്മുടെ മനസ്സിലുള്ളത് നമ്മൾ പുറത്ത് കാണിച്ചില്ലെങ്കിൽ അവർക്കൊരു തോന്നലുണ്ടാവും, എന്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല. അവരുടെ മനസ്സിനെ നമ്മൾ ഒരിക്കലും വിഷമിപ്പിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ഇങ്ങനെ ഗർഭിണിയായിരിക്കും. അല്ല, നിനക്ക് ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പെണ്ണുങ്ങളുടെ മനഃശാസ്ത്രം ശരിക്ക് പഠിച്ചവനാ ഞാൻ. അതെനിക്ക് നേരത്തെ അറിയാലോ. എന്റെ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അറിഞ്ഞു വെച്ചുകൊണ്ടാണ് അവൾ എന്നെ വിവാഹം കഴിച്ചത്. അങ്ങനെയുള്ള അവളെ ഞാൻ സ്നേഹം കൊണ്ട് ശ്വാസം മുട്ടിച്ചില്ലെങ്കിൽ ദൈവം എന്നോട് പൊറുക്കില്ല. അത് ഡെൽക്കോ, അത് എയർ ക്ലീനർ. അതെന്റെ അമ്മയുടെ നായർ. രവിയേട്ടാ, ഞാൻ ജമീലയോട് ഒന്ന് പറഞ്ഞിട്ട് വരാം. ജമീല, ജമീല, എന്താ ചേച്ചി? ഞങ്ങൾ പോയിട്ട് വരട്ടെ. എപ്പോ വരും? മറ്റന്നാ വരും. വീട്ടിലേക്കൊരു കണ്ണു വേണേ ജമീലെ. മിനിമോള് നാട്ടിൽപ്പെട്ട് വരുമ്പോ ആന്റിക്ക് എന്ത് കൊണ്ടുവരും? ആന്റിക്ക് സഞ്ചി നിറയെ അവല് കൊണ്ടുതരാം. മുത്തശ്ശി അവലിടിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ആന്റിക്ക് വേണ്ടത് നല്ല പുളിയുള്ള ഉപ്പുമാങ്ങിയ മോളെ. അയ്യോ, ഉപ്പുമാങ്ങിയോ? അതെന്താ മമ്മി, ആന്റിക്ക് പുളിക്കത്തില്ലേ? ഇല്ല മോളെ, ഇപ്പൊ പുളിക്കത്തില്ല. ഒന്ന് പോ ചേച്ചി. ആന്റിക്ക് പുളിക്കാറായിട്ടില്ല മോളെ. ഇത്തവണ ജമീലാക്കും പെരുന്നാളിന് വീട്ടിൽ പോവാ. ഒക്കെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ജമീല, ഞങ്ങൾ വരട്ടെ. കൊച്ചമ്മോ, കാതർ വന്നേ. കാതറെ, ചെമ്മീനുണ്ടോ? ചെമ്മീനുണ്ട്, പക്ഷെ ചെമ്മീൻ ഇന്ന് തീ പിടിച്ച വിലയാ. സാരല്ല, ഇട്. ഇന്ന് മരുമോൻ വരുന്നുണ്ടെന്ന് തോന്നുന്നല്ലോ. അതെ, എങ്ങനെ മനസ്സിലായി? അല്ല, ചെമ്മീൻ ചോദിച്ചപ്പം. അവര് വരുന്നുണ്ട്. മോളെ ശാരി, ദാത്തേക്ക് വെക്ക്.
എത്രയായി? 20 രൂപ. ഇന്ദു കുഞ്ഞു വരുമ്പം കാതർക്ക് അന്വേഷിച്ചായിട്ട് പറയണ കൊച്ചമ്മേ. പറഞ്ഞേക്കാം. എന്നാ ഞമ്മള് വരട്ടെ. സരസ്വതി, അവര് വന്നു. മോളെ എന്താ മോളെ കഴിഞ്ഞ ഞായറാഴ്ച വരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ല? അന്ന് മോളുടെ സ്കൂളിൽ ആനിവേഴ്സറി ആയിരുന്നു, അതാ വരാൻ പറ്റാഞ്ഞത്. മോനിരിക്കെ. ഐസക് കൺസ്ട്രക്ഷന്റെ വർക്കൊക്കെ കഴിഞ്ഞു രവി. കഴിയാറായി. ഇന്ദു, മിനിമോൾ എന്താ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നത്? എന്താ അമ്മ അവിടെ ഒരു കുസൃതി? അവിടെ സംസാരവും മറ്റും കേട്ടാ വലിയവര് പോലും തോറ്റുപോകും. ഈ പ്രായത്തിൽ കുട്ടികളായ അല്പ കുസൃതിയൊക്കെ വേണം, അല്ലെങ്കിൽ കാണാൻ എന്താ രസം. നീ എന്താ ചെറുപ്പത്തിൽ മോശമായിരുന്നു? ദേ ഇവളുടെ മുതുകത്തിരുന്ന് ആന കളിക്കുമായിരുന്നു. അവൾ ആഹാരം പോലും കഴിക്കാൻ വിടില്ല, അല്ലേ കാർത്യായനി? ദേ എന്റെ ഈ ഒരു വശം ചരിഞ്ഞത് തന്നെ ഇന്ദുക്കുഞ്ഞ് കേറി ഇരുന്നിരുന്ന. എനിക്ക് മതി മുത്തശ്ശി. മോളെ, ഇപ്പോഴും നാരായണി തന്നെയാണോ വീട്ടില്? അതെ അമ്മേ, കുറെ ദിവസമായിട്ട് അവര് രാവിലെ വന്ന് വൈകിട്ട് പോവും. അവര് കുട്ടിക്ക് സുഖമില്ലാതെ കിടക്കുക. രാത്രിയും വീട്ടിൽ നിൽക്കുന്ന ഒരുത്തിയെ വയ്ക്കാതെ പറ്റില്ല. Mummy, the daddy. Hi, daddy. ചേച്ചി, ചേട്ടന് ബോറടിച്ചെന്ന് തോന്നുന്നു. ചേച്ചി ഒരു കാര്യം ചെയ്യും, ചേട്ടനെ വിളിച്ചോണ്ട് പോയി പുറത്തൊക്കെ ഒന്ന് ചുറ്റിട്ട് വാ. ഞാനും അമ്മയും കൂടി ഊണെല്ലാം ഒരുക്കി വെക്കാം. വാ മോളെ, നമുക്ക് ഡാഡിയുടെ അടുത്ത് പോവാം. എന്താ ബോറടിച്ചോ? പിന്നെ സുഖവാസ കേന്ദ്രമല്ലേ, ആകപ്പാടെ ഒരു അലവലാതി കടപ്പുറം മാത്രമുണ്ട്. ഇത്ര എന്റർടൈൻമെന്റ് ഇല്ലാത്തൊരു സ്ഥലം. 2 ദിവസത്തേക്കല്ലേ രവിയേട്ടാ? എന്തിനധികം, 2 ദിവസം മതിയല്ലോ. വരൂ, നമുക്കൊന്ന് പുറത്ത് പോവാം. വരൂന്നേ. ദേ ഇരിക്കുന്നു. നീ പോയോ? എന്റെ അപ്പൻ, ആ നാരായണനേരെ. എനിക്ക് ചെമ്മീൻ വേണം. മോൾ മുത്തശ്ശിയോട് ചോദിക്കേ. മുത്തശ്ശി, എനിക്ക് ചെമ്മീൻ വേണം. തരാം മോളെ. അമ്മേ, ഇവള് വലിയ ചെമ്മീൻ കൊതിച്ചാ. നീ രവിക്ക് ചെമ്മീൻ കൊടുക്ക്. മതി മതി മതി. കഴിക്കുന്നേ, അവിടുത്തെ പോലെ കോൾഡ് സ്റ്റോറേജിലെ മീനല്ല, ഫ്രഷാണ്. മുത്തശ്ശി, എനിക്ക് വിക്രമാദിത്യന്റെ കഥ പറഞ്ഞാ മുത്തശ്ശി? പറഞ്ഞു തരാം മോളെ. ഒരു രാജ്യത്ത് ഒരു രാജ. നീ ഉറങ്ങാൻ വരുന്നില്ലേ? മുത്തശ്ശി എടുത്ത് കിടന്നോളാം. ആ, പാതിരാത്രി അങ്ങോട്ട് വരണമെന്നും പറഞ്ഞ് ബഹളം വയ്ക്കരുത്, പറഞ്ഞേക്കാം. ഇല്ല, ഞാൻ വിക്രമാദിത്യന്റെ കഥ കേൾക്കാൻ പോവാ. അമ്മേ, ഇവിടെ സൂക്ഷിച്ചോണം, രാത്രി കിടന്ന് മൂത്രം ഒഴിക്കും. മുത്തശ്ശി, ഈ മമ്മി കള്ളം പറയാ. എന്റെ മോള് മിട്ടിക്കുക. അമ്മ, ഞാൻ മോക്ക് നൈറ്റ് എടുത്തോണ്ട് വരാം, ഒന്ന് മാറ്റിയേക്കാം. ശരി മോളെ. അതാ പറയൂ മുത്തശ്ശി. പറയാം മോളെ. ചേച്ചി, ദാ ചേട്ടന് പാല്.
നീ എവിടെയായിരുന്നു ഇത്ര നേരം? എന്താ കാത്തിരുന്ന് മുഷിഞ്ഞോ? ആ അവിടെ വന്ന്. നീ ഇങ്ങനെ വന്നും പോയി നിന്നാലോ? ഇന്ന് നമ്മുടെ 5th വെഡിങ് ആനിവേഴ്സറി അല്ലേ? അതെ അതെ, ഫസ്റ്റ് നൈറ്റും കഴിഞ്ഞൊരു കുട്ടിയായി കുട്ടിയുടെ മുലകുടി നിർത്തി. എന്നിട്ട് നാണമില്ലല്ലോ. ശരിടാ,